ഇന്നത്തെ ഓണം സ്പെഷ്യൽ നമ്മൾ സാമ്പാറാട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ കഴുകി കുതിർത്ത പരിപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3/4 ഭാഗത്തോളം പരിപ്പ് വെന്ത് വരുമ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കും ഒഴികെയുള്ള ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് ഇത് വേവിച്ചെടുക്കണം. ചെറിയ പീസ് കായും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചക്കറികൾ ഒരു 3/4 ഭാഗത്തോളം വെന്തായി വരുമ്പോൾ വെണ്ടക്കായും തക്കാളിയും മുരിങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു മുരിങ്ങക്കായും ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റും കൂടി തിളപ്പിക്കുക. അപ്പോൾ ഒന്ന് വെന്ത് വരും. ഈ സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പാകത്തിനായിട്ട് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കി കുറവുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരല്പം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഒരു നുള്ളു ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് 2-3 ചെറിയ ഉള്ളിയും കൂടി നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് ഇച്ചിരി കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ സാമ്പാറിലേക്ക് തട്ടി അടച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ. താങ്ക് യു.